கான்பிடென்டா இருங்க, நல்லதே நடக்கும், வெற்றி நிச்சயம். നമസ്കാരം. അപ്പോൾ ഞാൻ എന്താ പറയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ GBU അതായത് ഗുഡ് ബൈ ഡൈക്കിൾ സിനിമ വന്നു. അത് കണ്ടവർക്ക് അറിയാം, ഒരുപാട് പാട്ടുകൾ, അതായത് ഒരുപാട് വിൻറ്റേജ് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സിനിമയെ കുറിച്ച് പറയുകയെന്ന് പറഞ്ഞാൽ, ആ സിനിമയിൽ ആകെ കൊണ്ടുപോകുന്നത് ഈ വിൻറ്റേജ് പാട്ടുകളും BGM-ഉം അജിത്തിൻ്റെ സ്റ്റൈലിഷ് കാര്യങ്ങൾ മാത്രമാണ്. കാരണം അല്ലാതെ അതിലൊരു നോ ലോജിക്ക്, നോ സ്റ്റോറി, അങ്ങനെയാണല്ലോ സിനിമ. 100% മ്യൂസിക്കും സ്റ്റൈലിഷും മാത്രമാണ് ആ പടം കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ പടത്തിൽ ഈ ഇളയരാജ സാറിൻ്റെ കുറേ പാട്ടുകളും കാര്യങ്ങളും ഇട്ട് തരാറുണ്ട്. മൂപ്പര് കോപ്പിറൈറ്റ് ഇഷ്യൂസിന് കൊടുത്തിറക്കുകയാണ്. അതായത് 5 കോടി തരണം, അല്ലെങ്കിൽ ആ പാട്ടൊക്കെ റിമൂവ് ചെയ്യണം, OTT-യിൽ വരുമ്പോൾ ആ പാട്ടൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് മൂപ്പര് കൊടുത്തിറക്കുന്നത്. എന്ത് മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ മൂപ്പര് ലെജൻഡാണല്ലോ. അതായത് മൂപ്പരുടെ പാട്ടുകളൊക്കെ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും അതാണ് അംഗീകരിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും ആ പാട്ടുകളൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കേൾക്കുന്നത് എന്നുള്ളതൊന്നും മൂപ്പര് ചിന്തിക്കാതെ, ഇപ്പോൾ ഇതിന് മുന്നേ മഞ്ഞുമൽ ബോയ്സ് വന്നപ്പോൾ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ. കാരണം ഇപ്പോൾ ഞാൻ എന്തായാലും ഇനി അതൊന്നും അല്ല പറയണത്. കാരണം ഇപ്പോൾ ഉള്ള വന്നത്, ഇപ്പോൾ ഈ പടത്തിന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം മൂപ്പര് ലെജൻഡായിട്ട് മൂപ്പര് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള, അതായത് നമ്മുടെ മനസ്സിലേക്ക് അതൊരു വെറുപ്പാണെങ്കിൽ പോലും അതൊരു വെറുപ്പാണല്ലോ സൃഷ്ടിക്കുന്നത്. അല്ലാതെ ഇത്രയ്ക്കും, അതായത് ഒരു 10-84 വയസ്സ് മൂപ്പർക്ക് ഉണ്ടാവും. ഇത്രയും കാലം മൂപ്പര് ഉണ്ടാക്കി വെച്ച ആ പേരൊക്കെ നമ്മുടെ മനസ്സിൽ, അതായത് ഇനി വരുന്ന തലമുറകളുടെ പേരിൽ. കാരണം ഒരു വാഴ്ത്തപ്പെട്ട ഒരാളാണ് അയാൾ. അതായത് പാട്ടുകൾ കൊണ്ട്, അല്ലാതെ ദൈവമാണെന്നല്ല പറഞ്ഞു വരുന്നത്. അയാൾ പാട്ടിൻ്റെ ദൈവമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത്രയും മോശമായിട്ടുള്ള സംഭവം ചെയ്യുമ്പോൾ മൂപ്പര് ചിന്തിക്കണ്ടേ? അതായത് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇത്രയും വലിയൊരു മ്യൂസിക് കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ പാട്ട് മൂപ്പറിൻ്റെ വലിയ സംഭവമല്ലേ മൂപ്പര് ചെയ്ത് വെച്ച കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മളൊരു 100 വിൻറ്റേജ് പാട്ട് കേൾക്കണമെങ്കിൽ അതിൽ 70 പാട്ടും മൂപ്പരുടെ പാട്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കൂടുതലും. എന്നിട്ട് മൂപ്പര് ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ സിനിമകൾ കാണുമ്പോൾ 2K കിഡ്സിനൊക്കെ ഇളയരാജ എന്താണെന്നുള്ള ഒരു ഇമ്പം, അതേ ഇമ്പത്തോടെ കിട്ടാൻ വേണ്ടിയിട്ട് ആ പാട്ടുകളൊക്കെ വരുന്നില്ലേന്ന് സന്തോഷിക്കാതെ മൂപ്പര് ഇങ്ങനെ തിരിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര വെറുപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് വരിക. കാരണം ഇതിന് മുന്നേ അതായത് ദേവസാറും എന്താ പറയുന്നത്, അപ്പോൾ അതായത് ഭാഷയൊക്കെ BGM മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാ. മൂപ്പര് പറയണ്ടല്ലോ, എൻ്റെ പാട്ട് ഇനി വരുന്ന പടങ്ങളിൽ ഇടുന്നത് എനിക്ക് തന്നെ അംഗീകാരമുള്ള കാര്യമാണ്. കാരണം 2K കിഡ്സ് പോലും എൻ്റെ പാട്ടിനെ, അതായത് എൻ്റെ മ്യൂസിക് എന്താണെന്നുള്ള അറിയും. അതെനിക്ക്, ഞാൻ മരിച്ചാലും അത് ഞാനില്ലെങ്കിലും എൻ്റെ പാട്ടവിടെ വാഴ്ത്തപ്പെടുകയാണ് ഇനി വരുന്ന തലമുറകൾ പോലും എന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പം അങ്ങനെ തന്നെയല്ല. അതായത് ഇപ്പം ഇപ്പോൾ ഒരു പടത്തിലിട്ടു, ഇപ്പോൾ ഈ അജിസാറിൻ്റെ പടത്തിലിട്ടു, ഇനി അടുത്തതുപോലെ ചിലപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഈ ഓളത്തോടെ ചിലപ്പോൾ ഇനി വരികയായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ, നമുക്ക് ആ ഇനി വരുന്ന ഓളങ്ങൾ ഇനി അങ്ങനെ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. അതൊന്നും ചിന്തിക്കാതെ വെറും പൈസ മാത്രം ചിന്തിച്ചിട്ടാണ് മൂപ്പര് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തത്. എന്തായാലും വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടി ഞാൻ ഈ ഒരു സംഭവം എടുത്തൊന്നുമല്ല. ഞാൻ റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ആ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം വിചാരിച്ചത്. കാരണം സിനിമ ഇറങ്ങി ഒരു 3-4 ദിവസം കൊണ്ട് പറ്റി ഈ സംഭവം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ അതായത് ഞാൻ പറഞ്ഞത്, അതായത് മൂപ്പര് ഒരു വെറുപ്പാണ് ഇപ്പോൾ, അതായത് വെറുപ്പ് സമ്പാദിക്കുക പറയില്ലേ, അപ്പോൾ അതൊക്കെയാണ് മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിലേക്കൊക്കെ ഇളയരാജൻ്റെ പാട്ട് എന്നാണ് നമ്മൾ അങ്ങനെയാണല്ലോ പറയുക. ഇളയരാജൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇമ്പുള്ള സംഭവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക ആ പാട്ടുകളൊക്കെ. അതായത് ദളപതിയിലേക്ക് ആ ഒരു മ്യൂസിക്കൊക്കെ എൻ്റെ അമ്മോ, അതൊന്നും രക്ഷയില്ലാത്ത സംഭവമാണ്. അതൊക്കെയാണ് മൂപ്പര്. പിന്നെ അത് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു മൂടാണ് നമ്മുടെ ചടച്ചു പോകുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയുണ്ടാ. ഞാനൊക്കെ അതിന് ശേഷം മുന്നേ പാട്ട് വയ്ക്കുമ്പോൾ എനിക്കും തോന്നും, ഈ ചങ്ങായി സത്യമാണ്. അതായത് ഞാൻ പറഞ്ഞ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ വന്ന് പറയണത്. അല്ലാതെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ട് ചെയ്യുന്ന കാര്യമല്ല. എല്ലാവർക്കും എന്തായാലും എല്ലാവരുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് പറയണ്ട. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറയണം. കാരണം എല്ലാം അറിയാമല്ലോ, എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയാം. എല്ലാവരുടെയും മനസ്സെങ്ങനെയാണെന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും വേറെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും വീഡിയോ എല്ലാവരും മസ്റ്റായി കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.